നമസ്കാരം, മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ്. ട്രഡീഷണൽ ടച്ച് വരുന്ന ഒരു മിക്സഡ് സ്റ്റൈൽ എലവേഷനോട് ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. വീടിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെയ്തിരിക്കുന്ന ആർക്കിടെക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. പെരിന്തൽമണ്ണ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന മാക്ഡെക്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ വീടിൻ്റെ എലവേഷൻ വർക്കുകൾ, കൺസ്ട്രക്ഷൻ സ്ട്രക്ചറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മാക്ഡെക്സിൻ്റെ അടുത്ത് വരുന്നത്. അവരാണ് ഈ വീട്ടിൽ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ ഇൻറ്റീരിയർ ഡീറ്റെയിലിംഗ് ആയിരിക്കും ഈ വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ടാവുക. മാക്ഡെക്സിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും സ്ക്രീനിലും നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗത്ത് വലിയൊരു ഗേറ്റാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും GIയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വൈറ്റ് ഫിനിഷിൽ പെയിൻറ് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ട് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ഗേറ്റാണ്. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നേരെ വീടിനകത്തേക്ക് നമ്മൾ കയറി വരികയാണെങ്കിൽ വലിയൊരു മുറ്റം തന്നെ വീടിന് നന്നായിട്ട് നൽകിയിട്ടുണ്ട്. നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് വരുന്ന വീടുകളാണ്. ഒരുപാട് പ്ലാന്റുകൾ മുറ്റത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ കൂടെ നൽകിയിരിക്കുന്നു. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ നല്ല കാഴ്ച ലഭിക്കുന്ന രീതിയിൽ വീതിയിലാണ് വീടിൻ്റെ എലവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് ഗേബിൾ റൂഫുകൾ, ചെരിഞ്ഞ റൂഫുകളുടെ കോമ്പിനേഷൻസ് ഒരുപാടെണ്ണം വരുന്നുണ്ട്. അതിൽ സെറാമിക് ഓടാണ് വിരിച്ചിരിക്കുന്നത്. വൈറ്റ് ആൻഡ് സെറാമിക് ഓടിൻ്റെ കോമ്പിനേഷനാണ് കൂടുതലായിട്ടും നമുക്ക് എലവേഷനിൽ കാണാൻ സാധിക്കുന്നത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാർ പോർച്ചിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഇതേപോലെ ഒരു പ്ലാന്റ് നൽകിയിട്ടൊരു ലാൻഡ്സ്കേപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നല്ല വെയിലുള്ള സമയമാണ്, നമുക്കറിയാൻ പറ്റും. കാലാവസ്ഥയ്ക്ക് നല്ല ചൂട് പിടിച്ച കാലാവസ്ഥയാണ്. അപ്പോഴും നമ്മൾ ഈ പ്ലാന്റുകളെയൊക്കെ വളർത്തിയെടുക്കണമെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല രീതിയിൽ അതിന് ഇറിഗേഷൻ ചാനലുകൾ ഇതിനകത്ത് ചെയ്ത് കൊടുത്തിട്ടാണിത് കറക്റ്റായിട്ട് ആ രീതിയിൽ ആ ഭംഗിയിൽ ഫ്രഷ്നെസ്സോട് കൂടെ തന്നെ ഇവിടെ പ്രിസർവ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. നേരെ കടന്നു വരികയാണെങ്കിൽ വീടിൻ്റെ കാർ പോർച്ചാണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാർ പോർച്ച് നൽകിയിരിക്കുന്നു. 7 മീറ്ററാണ് കാർ പോർച്ചിന് നീളം വരുന്നത്. 4 മീറ്ററാണ് ഇവിടെ വീതി വരുന്നത്. കാർ പോർച്ചിൽ വിരിച്ചിരിക്കുന്നത് കടപ്പ സ്റ്റോണുകളാണ്. കാർ പോർച്ചിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും ഇവിടെ നൽകിയിരിക്കുന്ന പില്ലറുകളാണ് കാർ പോർച്ചിൻ്റെ പ്രധാന ആകർഷണം. 2 പില്ലറുകൾ ട്വിൻ പില്ലേഴ്സ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. 2 പില്ലറുകൾ നൽകിയിരിക്കുന്നു. അതിലൊരു പില്ലർ മാത്രമേ ലോഡ് എടുക്കുകയുള്ളൂ. രണ്ടാമത്തെ പില്ലർ ഒരു ഡമ്മി പില്ലർ പോലെയാണ് ചെയ്തിരിക്കുന്നത്. സെയിം പാറ്റേണിൽ തന്നെ 2 പില്ലറുകൾ വെച്ച് ബാക്ക് സൈഡിലും ചെയ്തു വെച്ചിട്ടുണ്ട്. കാർ പോർച്ചിൻ്റെ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ ഒരു വുഡൻ ബോർഡർ CNC വർക്ക് ചെയ്തതുപോലെ തന്നെ വുഡനിൽ വർക്ക് ചെയ്തിട്ട് അവിടെ നൽകിയിട്ടുണ്ട്. നേരെ സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ POP സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. POPയിൽ ഗ്രൂവ് ഇട്ടിട്ടാണ് ഈ ഒരു സീലിംഗ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിനോട് ചേർന്ന് തന്നെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഈ വീട്ടിലെ സിറ്റ് ഔട്ട് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. ഒരുപാട് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 2.50 ഇവിടെ വീതി വരുന്ന രീതിയിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. നീളമാണെങ്കിൽ ആ പോയിന്റ് മുതൽ ഈ ഒരു എൻഡ് വരെ ഏതാണ്ട് 10 മീറ്ററോളം നീളം വരുന്ന രീതിയിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെച്ചിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ, ചെയറുകളുടെ എണ്ണം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഏതാണ്ട് 9 ചെയറുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 കോഫി ടേബിളും ഫ്രണ്ടിൽ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു L ഷേപ്പിലാണ് സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതേപോലെ ഒരു പാറ്റിയോ സ്പേസ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കടപ്പ സ്റ്റോൺ ആണ്. ഇതിൽ നമുക്ക് ബാക്ക് സൈഡ്, വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് ആക്സസ് കൊടുക്കുന്നതൊക്കെ ഈ ഭാഗത്തൂടെയാണ്. ഇവിടെ സീലിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നത് മെറ്റലിൽ CNC വർക്ക് ചെയ്തിട്ട് CNC റൂഫിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഗ്ലാസും വെച്ചിട്ടുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഇവിടെ എത്തില്ല, അത് നേരെ പുറത്തേക്ക് ഡ്രെയിൻ ചെയ്ത് പോകും. പക്ഷേ ലൈറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഫ്ലോറിൽ നോക്കിയാൽ മനസ്സിലാവും ആ CNC വർക്കിൻ്റെ പാറ്റേൺസ് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഫ്ലോറിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. ലൈറ്റ് അതിൻ്റെ അകത്തൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തെല്ലാം ഇതേപോലെ പ്ലാന്റുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മൊത്തത്തിലൊരു ഗ്രീനറി എഫക്റ്റ് വീടിന് കൊണ്ടുവരുന്നതിൽ ഒരുപാട്
ഒരുപാട് പ്ലാന്റുകൾ ഇവിടെ പങ്കുവഹിക്കുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ സീലിംഗ് ചെയ്തിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ജിപ്സം സീലിംഗ് നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ വുഡ് ലൂവേഴ്സ് നൽകിയിരിക്കുന്നു. സോളിഡ് വുഡ് കൊണ്ട് ലൂവർ ചെയ്തിട്ടാണ് ഇവിടെ വുഡൻ ലൂവേഴ്സ് നൽകിയിരിക്കുന്നത്. നേരെ നമ്മൾ വിൻഡോസിൻ്റെയൊക്കെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള വിൻഡോ ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത്. പ്ലെയിൻ ഗ്ലാസ് നൽകിയിരിക്കുന്നു. അതിൽ തന്നെ ചെറിയ രീതിയിലുള്ള വർക്കുകൾ മാത്രമേ വിൻഡോസിൽ ചെയ്തിട്ടുള്ളൂ. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫ്രണ്ട് ഡോർ നൽകിയിരിക്കുന്നത് 1:20 വീതിയിലാണ്. ഡബിൾ ഡോർ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. 60-60ൻ്റെ 2 ഡോറുകൾ നൽകിയിരിക്കുന്നു. 2 പുൾ ഹാൻഡിൽസ് നൽകിയിട്ടുണ്ട്. ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള നമ്മൾ സാധാരണ കാണാറുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫോയർ സ്പേസ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കയറി വരുന്ന ഭാഗത്ത് തന്നെ സീലിങ്ങിൽ ഒരു ഹാങ്ങിങ് ഷാൻഡ്ലിയർ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഒരു ട്രഡീഷണൽ ടച്ച് വരുന്ന ഒരു ഷാൻഡ്ലിയർ പീസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നേരെ ഈ വാളിലേക്ക് വരികയാണെങ്കിൽ വാൾപേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്രീമിയം ഫിനിഷ് വരുന്ന വാൾപേപ്പറാണ് വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു വാൾ പിക്ചറും അതിനോട് ചേർന്ന് ഒരു സ്റ്റോറേജ് ടേബിളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിലൊരു ഷോ ഡെക്കോർ ഐറ്റം വെച്ച സമയത്ത് നല്ലൊരു ലക്ഷറി ഏരിയ ആയിട്ട് ഈ കയറി വരുന്ന ഏരിയ തന്നെ നമുക്ക് ഫീൽ ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ കോമൺ സ്പേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് 1 by 1 ആയിട്ടൊന്ന് നോക്കാം. അതിന് മുമ്പ് ഇവിടുത്തെ ലിവിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഗ്ലാസ് ഡോറാണ് നൽകിയിരിക്കുന്നത്. ഡബിൾ ഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിങ് സ്പേസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഇതൊരു ഫോർമൽ ലിവിങ് സ്പേസ് ആണ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. എറൗണ്ട് നമ്മുടെ സൈസ് പറയുകയാണെങ്കിൽ 8 മീറ്റർ ആണ് ഈ ഒരു റൂമിന് ലെങ്ത് വരുന്നത്. 4 മീറ്റർ ഇതിന് വീതിയും വരുന്നുണ്ട്. ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ ബെഡ്റൂമുകളായാലും കോമൺ സ്പേസുകളായാലും സ്പേസ് കൺസ്ട്രെയിൻഡ് ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വീടിൻ്റെ ഏരിയയിലും ആ ഒരു വർധനവ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിവിങ് സ്പേസിനെ സംബന്ധിച്ചിടത്തോളം 2 സിംഗിൾ സീറ്റേഴ്സ് നൽകിയിരിക്കുന്നു. പിന്നീട് ഒരു 4 സീറ്റർ, മറ്റൊരു 4 സീറ്റർ, അങ്ങോട്ട് വരുമ്പോൾ ഒരു 2 സീറ്റർ, അങ്ങനെ ഒത്തിരി ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ലിവിങ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ക ഒരു ഫോർമൽ ഫംഗ്ഷൻ പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത രീതിയിൽ തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് പ്ലൈവുഡ് പാനലിംഗ് ചെയ്തിട്ട് വെനീർ ലാമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിമ്പിളായിട്ട് ഗ്രൂസ് നൽകിയിട്ടാണ് ഈ ഒരു പ്ലൈവുഡ് പാനലിംഗ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ ജിപ്സം പ്ലസ് വുഡൻ സീലിംഗ് കോമ്പിനേഷനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഷാൻഡ്ലിയർ ലൈറ്റുകൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഷാൻഡ്ലിയർ ലൈറ്റ് നമ്മളൊരു ഡിസൈനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു ഇൻറ്റീരിയറിന് വരുന്ന റിച്ച്നെസ് ശരിക്കും ഈ ഒരു വീട്ടിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ 2 കോഫി ടേബിൾസ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള മെറ്റാലിക് ഫിനിഷ് വരുന്ന ടേബിളുകളാണ്. സെൻട്രൽ ടേബിൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫർണിക്സർ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഈ ഒരു ഫർണിച്ചേഴ്സ് എല്ലാം ഇവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് ഇതേപോലെ മെറ്റാലിക് ഫിനിഷ് വരുന്ന ഫർണിച്ചേഴ്സ്. ഇത്തരം ഫർണിച്ചേഴ്സ് വീടിൻ്റെ ഇൻറ്റീരിയറിൽ കൂടുതലായിട്ട് ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് നൽകാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സാണ്. അത് പർച്ചേസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയാലും നമുക്ക് കാണാൻ സാധിക്കും. ഫർണിക്സർ എന്നാണ് ആ വെബ്സൈറ്റിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയൊക്കെ പേര്. ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നൽകുന്നുണ്ടായിരിക്കും. ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ തിരികെ ഫോയർ സ്പേസിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഓഫീസ് സ്പേസ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നൽകിയിട്ടുണ്ട്. സെയിം രീതിയിൽ തന്നെയാണ് ഡോറുകളൊക്കെ ഡബിൾ ഡോർ ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതൊരു ഓഫീസ് സ്പേസ് ആട്ടോ. ഹോം ഓഫീസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇവർ വർക്ക് ചെയ്യുന്ന സമയത്ത്, വീട്ടിലായിരിക്കുന്ന സമയത്ത് ക്ലയൻറ്റുകൾ ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ കാണുന്ന സ്പേസ് ആണിത്. അപ്പോൾ ഈ ഒരു സ്പേസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗത്ത് CNC വർക്ക് വുഡിൽ ചെയ്തിട്ട്, പ്ലൈവുഡിൽ CNC വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാനലിങ് ചെയ്ത് വെച്ചിരിക്കുന്നു. നേരെ സീലിങ്ങിലേക്ക് വരികയാണെങ്കിലും ജിപ്സം സീലിംഗ് ചെയ്തിരിക്കുന്നത് വുഡൻ പാനലിങ്ങോട് കൂടിയാണ്. അതിൻ്റെ സെൻറ്റർ പോർഷനിൽ മൈക്ക ലാമിനേറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫാൻ നോക്ക് നിങ്ങൾ. ഈ ഫാനിനെ ഡിസൈനർ ഫാൻ എന്നാട്ടോ വിളിക്കുക. ഇതേപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫാനുകൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ടൈം ഡിസൈനർ ഫാൻ എന്നുള്ളതാണ്. ഇതിൻ്റെ പല തരത്തിലുള്ള മോഡലുകളുണ്ട്. ഇവിടെ ഒരു വാർഡ്രോബ്, ഒരു ഷെൽഫ് യൂണിറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. സിമ്പിളായിട്ട് പ്ലൈവുഡിൽ തേക്കിൻ്റെ വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ എല്ലാം നൽകിയിരിക്കുന്നത് സെയിം ക്ലോത്ത് കർട്ടൻസ് ആണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള, നല്ല വൃത്തിയുള്ളൊരു കർട്ടനാണ്. കുറച്ച് പ്രീമിയം ആയിട്ട് വരുന്ന
ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് വരുന്നൊരു ക്ലോത്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്, ക്ലയൻറ്റുകൾ വരികയാണെങ്കിൽ ഇരിക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട്. വീടിൻ്റെ കോമൺ സ്പേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പാസേജ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഇൻറ്റീരിയർ കോർട്ട്യാർഡ് നൽകിയിട്ടുണ്ട്. കോർട്ട്യാർഡിൽ മെറ്റാലിക് ചെയറുകളും ഒരു മെറ്റാലിക് ടേബിളുമാണ് നൽകിയിട്ടുള്ളത്. ഒരു സിംഗിൾ കളർ ടോണിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ വീടിന് വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഓപ്പൺ റൂഫായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് റൂഫ് നൽകിയിട്ടുണ്ട്, പക്ഷേ അത് ഓട്ടോമേറ്റഡ് ആണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഗ്ലാസ് റൂഫ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് നമുക്കത് ക്ലോസ് ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ റിമോട്ട് കൺട്രോളർ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് പില്ലറുകൾ 6 പില്ലറുകൾ ഫ്ലോറിൽ വരുന്നുണ്ട്. 6 പില്ലറുകളും വുഡൻ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. വെനിയർ ലാമിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രൂസാണ് ഈ നൽകിയിരിക്കുന്നതെല്ലാം. ഇവിടേക്ക് വരുന്ന സമയത്ത് അക്രിലിക് ഷീറ്റുകളാണ് ഇതിനിടയിലൊക്കെ നൽകിയിട്ടുള്ളത്. അങ്ങനെ നല്ലൊരു ലക്ഷറി ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ നൽകിയിരിക്കുന്ന ഷോ ലൈറ്റ്, വാൾ ലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നേരെ ആ വുഡനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ലൈറ്റ് നൽകിയത് കൊണ്ട് തന്നെ ആ ഒരു എഫക്റ്റ് നല്ല ഭംഗിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 10 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ ലെങ്തി ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കസ്റ്റമൈസ്ഡ് ആയിട്ട് പണിയിപ്പിച്ചിരിക്കുന്ന ഡൈനിങ് ടേബിളാണിത്. മരത്തിലാണ് ഡൈനിങ് ടേബിൾ പണിതിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ ലെഗ് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള ഒരു പ്രീമിയം ഫിനിഷ് കിട്ടുന്ന ലെഗ് സ്റ്റൈലാണ് ഈ ഒരു ഡൈനിങ് ടേബിളിന് നൽകിയിട്ടുള്ളത്. ചെയറുകളാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾസ്റ്ററി വർക്ക് ചെയ്ത് റെക്സിനിൽ കവർ ചെയ്തിരിക്കുന്ന ചെയറുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ വാഷ് ഏരിയ നൽകിയിരിക്കുന്നത്. ഈ വാഷ് ഏരിയ നൽകിയിരിക്കുന്ന ഭാഗത്ത് മാത്രം നാച്ചുറൽ ലൈറ്റ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഭാഗം ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ പർഗോളകൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അതിലെ ലൈറ്റ് ഈ ഒരു ഏരിയയിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഷോവാള് കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറൽ സ്റ്റോണിൽ പോളിഷ് ചെയ്തിട്ടാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഗമ്മിൽ ഒട്ടിച്ചിരിക്കുകയാണ്. മാത്രമല്ല 2 എൻഡിലും GIയുടെ ആംഗിൾ ഉപയോഗിച്ചിട്ട് അതിനെ ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നാച്ചുറൽ പ്ലാന്റുകൾ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു വാഷ് ബേസിൻ ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു LED മിററൊക്കെ ആയിട്ട് വൈറ്റ് കളറിൽ വരുന്ന വാഷ് ബേസിനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ വൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഫ്ലോറിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇറ്റാലിയൻ മാർബിളാണ് വീടിൻ്റെ ഫ്ലോറിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് മുതൽ എല്ലാ ബെഡ്റൂമുകളും എല്ലാ കോമൺ സ്പേസും സെയിം കളറിൽ വരുന്ന സെയിം പാറ്റേൺ ഇറ്റാലിയൻ മാർബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഫാമിലി ലിവിങ് സ്പേസ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള രീതിയിലാട്ടോ ഈ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 10 മീറ്ററോളം ലെങ്ത് വരുന്നുണ്ട്. നേരെ ലിവിങ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഒരു 4x4 ലിവിങ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു വാളിൽ കംപ്ലീറ്റ് ആയിട്ട് വാൾപേപ്പർ ചെയ്തിരിക്കുക. അതിൻ്റെ മുകളിൽ വലിയൊരു സോഫ, കസ്റ്റമൈസ്ഡ് ആയിട്ട് സൈസിൽ ചെയ്തിരിക്കുന്ന വലിയൊരു സോഫ നൽകിയിട്ടുണ്ട്. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ വാളും വാൾപേപ്പർ ചെയ്തിരിക്കുന്നു. ഒരു TV യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് യൂണിറ്റ്, സിമ്പിളായിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് ക്വാഡ്സ് ആണ്. നല്ല ഭംഗിയുള്ളൊരു കൗണ്ടർ ടോപ്പാണ് അതിന് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ സീലിംഗ് പാറ്റേൺ അല്പം സാധാരണ നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നൽകിയിരിക്കുന്നത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നൊരു പാറ്റേൺ ആണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഈ വീട്ടിൽ കണ്ട മറ്റു റൂമുകളിലൊന്നും ഇല്ലാത്ത രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു സീലിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കിച്ചൺ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ അധികം ആളുകളും ശ്രദ്ധിക്കാറുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് കിച്ചൺ കാണാം. നല്ല സൈസുള്ള വൃത്തിയുള്ളൊരു കിച്ചണാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. ഫുൾ വൈറ്റ് കളറിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ. വാളിൽ കൊടുത്തിരിക്കുന്ന ടൈലാണെങ്കിൽ വൈറ്റ്, കൗണ്ടർ ടോപ്പ് ആണെങ്കിൽ നാനോ വൈറ്റ്, നേരെ കബോർഡുകളാണെങ്കിൽ അത് മൾട്ടിവുഡിൽ വൈറ്റ് ചെയ്തിരിക്കുന്നു. അപ്പർ ക്യാബിനറ്റ് ആണെങ്കിൽ ഒക്കെ വൈറ്റ്, ഫുൾ വൈറ്റ് ആയിട്ട് വരുന്നൊരു കിച്ചൺ. ഇത് ഫോർമൽ കിച്ചൺ ആണ് കേട്ടോ. നമ്മുടെ വർക്ക് ഏരിയ ഫുള്ള് വർക്ക് നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കംപ്ലീറ്റ് വൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്ലീനിങ് ഉണ്ടാവും. ഇവിടുത്തെ വർക്ക് ഏരിയ ഇവിടെ സെറ്റായിട്ടുണ്ട്. വർക്ക് ഏരിയ ഞാനൊന്ന് കാണിച്ചു തരാം. വർക്ക് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് വൈറ്റ് അല്ല, വാളിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു ഗ്രീൻ ടോണാണ് ടൈലിൽ ചെയ്തിരിക്കുന്നത്. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ഗ്രേ കളർ, ലൈറ്റ് ഗ്രേ കളറാണ് കബോർഡുകൾക്കൊക്കെ നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റ് ആണ് ഇവിടെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട്. അതിനൊരു ബീജ് ടോണാണ് നൽകിയിട്ടുള്ളത്. വർക്ക് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്ത് ഒരു ഫ്രിഡ്ജ് നൽകിയിരിക്കുന്നു.
ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയാണ് ഹുഡ് ആൻഡ് ഹോബ് നൽകിയിട്ടുള്ളത്. വാഷിങ്ങിന് വേണ്ടിയിട്ടുള്ള സിങ്ക് നൽകിയിരിക്കുന്നത് വേറൊരു സ്ലാബിലാണ്, അത് ഈ ഭാഗത്താണ് നൽകിയിരിക്കുന്നത്. ഈ സിങ്കിനോട് ചേർന്ന് തന്നെ ഒരു ഭാഗത്ത് അടുപ്പ് നൽകിയിട്ടുണ്ട്. സാധാരണ നമുക്ക് വർക്ക് ഏരിയയിൽ ഇത്തരം ഡീറ്റെയിലുകളൊന്നും കാണാൻ സാധിക്കാറില്ല. ഇപ്പം നോമ്പുകാലം ആയതുകൊണ്ട് വർക്ക് ഏരിയ ഫ്രീ ആയി കിടക്കുന്നതുകൊണ്ട് നമുക്കത് നല്ല രീതിയിൽ തന്നെ കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ബെഡ്റൂമുകളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ളതെന്ന് കാണാം. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്ന എല്ലാ ബെഡ്റൂമുകളും. ബെഡ്റൂമിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 4.2 മീറ്ററാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്, 5 മീറ്ററാണ് ഇതിന് ലെങ്ത്ത് വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ കിങ് സൈസിൽ വരുന്നൊരു കോട്ടാണ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ഹെഡ് ബോർഡിൽ തന്നെ സൈഡ് ടേബിൾ ഫിക്സ് ചെയ്ത് വരുന്ന തരത്തിലാണ് കട്ടിൽ പണിതിരിക്കുന്നത്. പലപ്പോഴും പല വീട്ടിലും കട്ടിൽ ഫിക്സ്ഡ് ആയിട്ട് നൽകാറുണ്ട്, എന്നാൽ ഇത് ഫിക്സ്ഡ് ആയിട്ടുള്ള കട്ടിലല്ല. നമുക്ക് ഒന്ന് അതിൻ്റെ പൊസിഷൻ മാറ്റണം എന്ന് വെച്ചാൽ അത് സാധിക്കുന്ന തരത്തിലുള്ള കട്ടിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കർട്ടൻസ് നൽകിയിരിക്കുന്നതെല്ലാം ഡബിൾ ലെയർ ആയിട്ടാണ്. ഒരു ഷിയർ കർട്ടൻ നൽകിയിരിക്കുന്നു അടിഭാഗത്ത്, മുകളിലൊരു ബ്ലാക്ക് ഔട്ട് കർട്ടനും നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ആം ചെയർ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. പ്ലൈവുഡിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ജിപ്സം പ്ലസ് വുഡൻ സീലിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ജിപ്സത്തിനിടയിൽ സ്ട്രിപ്പ് ലൈറ്റുകൾ നൽകിയിട്ട് കോവ് ലൈറ്റിംഗ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം LED പാനൽ ലൈറ്റും ഹാങ്ങിങ് ലൈറ്റുകളുമാണ് പ്രധാനമായിട്ട് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ബെഡ്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ വുഡൻ ടോണിലാണ് ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ ടീക്ക് എന്ന് പറയുന്ന വെനീറിൽ വരുന്ന ടെക്സ്ചറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഗോൾഡൻ ടീക്ക് എന്ന് പറയുന്നത്. വെനീർ ലാമിനേറ്റ്സിലാണ് ഇത് വരുന്നത്. അത് വെച്ച് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഫർണിച്ചർ, നമ്മുടെ അൽമാരകളൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ഭാഗത്താണ് വീടിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും കേട്ടോ. FRP ഡോറാണ് ടോയ്ലറ്റിൻ്റെ ഡോറായിട്ട് നൽകിയിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലുപ്പമുള്ളൊരു ടോയ്ലറ്റ് ആട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത്. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റിൽ വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ ഉപയോഗിക്കുന്നത് മാറ്റ് ഫിനിഷ് വെട്രിഫൈഡ് ടൈലാണ്. നമുക്ക് തെന്നിപ്പോവാത്ത തരത്തിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് ക്ലോസറ്റ് എവിടെ വെക്കണം, വാഷ് ബേസിൻ എവിടെ വെക്കണം, ഇതെവിടെ വെക്കണം എന്നുള്ളതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നാനോ വൈറ്റ് ആണ് അതിൻ്റെ കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. ഇതാണ് കുളിക്കുന്ന ഏരിയ, വെറ്റ് ഏരിയ എന്ന് പറയും. ഇതിനകത്താണ് വാട്ടർ ഉണ്ടാവുക. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു വാള് കെട്ടിയിട്ട് അതിൽ വാൾ ഹാങ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ബാത്റൂമിൻ്റെ സൈസിന് മാത്രം ഇത്ര വലുപ്പം ഉണ്ടായാൽ പോരട്ടോ, ഇവിടെ നൽകിയിരിക്കുന്ന വെന്റിലേഷനും നല്ല വലുപ്പം കൊടുത്താലേ ഈ ഒരു സ്പേസിൽ വരുന്ന എയറൊക്കെ നല്ല രീതിയിൽ ഔട്ട്സൈഡിലേക്ക് നമുക്ക് കളയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ റൂഫിലും പറുകോളകൾ നൽകിയിട്ട് നാച്ചുറൽ ലൈറ്റ് വീടിനകത്തേക്ക് എത്തുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. ഫ്ലോറിങ്ങിലേക്കൊക്കെ വരുമ്പോൾ സെയിം ഫ്ലോറിംഗ് മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ബെഡ് നൽകിയിരിക്കുന്നത് ഒരു കിങ് സൈസ് ബെഡ് നൽകിയിരിക്കുന്നു. അതിൽ തന്നെ ഹെഡ് ബോർഡ് ഇതേപോലെ റെക്സിൻ സ്റ്റിച്ചഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 സൈഡ് ടേബിളുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ആം ചെയർ നൽകിയിരിക്കുന്നു. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള യെല്ലോ കളറിലാണ് ആം ചെയർ നൽകിയിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ടേബിൾ നൽകിയിരിക്കുന്നു. സ്റ്റഡി ടേബിളും വർക്കിംഗ് ടേബിളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിളാണ് നൽകിയിട്ടുള്ളത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ജിപ്സം പ്ലസ് വുഡൻ കോമ്പിനേഷനാണ് ഇവിടെ സീലിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റുകൾ നൽകിയിട്ട് കോവ് ലൈറ്റിംഗ് നൽകിയിട്ടുണ്ട്. വാർഡ്രോബുകളെല്ലാം ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് ചേർത്ത് മാറ്റിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഫ്ലോറിങ് വുഡൻ ഫ്ലോറിംഗ് ആണ് നൽകിയിട്ടുള്ളത്. വാർഡ്രോബുകൾ ഇങ്ങനെ ഒരു L ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സ്പേസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടോയ്ലറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതും നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആദ്യം നമ്മൾ കണ്ട ടോയ്ലറ്റിൻ്റെ അത്രയും വലുപ്പമില്ല. ഇവിടുത്തെ ആ ഒരു ടൈൽ ഡിസൈൻ എടുത്ത് പറയേണ്ടതാണ്. ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗത്ത് വിട്രിഫൈഡ് ടൈൽ, ഒരു ഇറ്റാലിയൻ ഷെയ്ഡ് വരുന്ന തരത്തിലുള്ള വിട്രിഫൈഡ് ടൈൽ യൂസ് ചെയ്തു. അത് വലിയ സൈസ് ടൈലാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 6x4 സൈസിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ബാത്റൂമിൻ്റെ വലുപ്പം വലുതായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സൈസ് ടൈലുകൾ കൊടുക്കാം. വാളിലേക്ക് വരുന്ന സമയത്ത് 160-80 വരുന്ന വൈറ്റ് ഫിനിഷ് ടൈൽ യൂസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു. പിന്നീട് അതിന് ക്ലോസറ്റ് EWC യൂണിറ്റ് നൽകിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിട്ട് വെറ്റ് ഏരിയ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ
ഒരു അബ്ലൂഷൻ യൂണിറ്റ് ഉള്ള എടുക്കാനുള്ള ഏരിയയും അതോടൊപ്പം തന്നെ ഒരു പ്രെയർ ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രെയർ ഏരിയ സിമ്പിളായിട്ട് ഇവിടെ ഒരു മുസല്ല വിരിക്കാനുള്ള രീതിയിൽ കാർപ്പറ്റ് വിരിച്ച് വെച്ചിരിക്കുകയാണ്. കൂടുതൽ വർക്കുകളൊന്നും പ്രെയർ ഏരിയയിൽ ചെയ്തിട്ടില്ല. നേരെ നമ്മൾ ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് പോകുകയാണെങ്കിൽ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ആക്സസ് നൽകിയിരിക്കുന്നത്. പേരൻസ് ബെഡ്റൂം ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 ബെഡാണ് നൽകിയിരിക്കുന്നത്. ഒരു ദിവാൻ സൈസിൽ വരുന്ന 2 ബെഡും ഇതേപോലെ അപ്പോൾസ്റ്ററി സ്റ്റിച്ചിങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 ബെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധിക വീട്ടിലും അറിയായിരിക്കും, ഒരു പഴയ ആളുകളൊക്കെ ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർ പ്രിഫർ ചെയ്യുക സിംഗിൾ ബെഡുകളാണ്. അപ്പോൾ ഒരു തറവാട് വീടുകളിലൊക്കെ അങ്ങനെയാണ് സാധാരണ നമ്മൾ കാണാറുള്ളത്. ഇവിടെയും ഇതേപോലെ 2 പേർക്കും 2 ബെഡായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ബോർഡ് ഇവിടെ നൽകിയിരിക്കുന്നത് ഫിക്സഡ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. വാർഡ്രോബ് സെയിം ഗോൾഡൻ ടീക്ക് വെനീറിൽ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയിൽ തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് കളറിലാണ് അതിൻ്റെ ഹാൻഡിലുകൾ നൽകിയിരിക്കുന്നത്. എനിക്കിവിടെ വെറൈറ്റി ആയിട്ട് തോന്നിയിരിക്കുന്നത് ഓരോ അറ്റാച്ച്ഡ് ടോയ്ലറ്റുകളും അതിൻ്റെ ഡിസൈനുകളാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ്. ഇവിടേക്ക് വരുന്ന സമയത്ത് ബ്ലാക്ക് കളറിൽ വരുന്ന വിട്രിഫൈഡ് ടൈലും വൈറ്റ് കോമ്പിനേഷനുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷനും മറ്റു സൗകര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൽ നൽകിയതുപോലെ തന്നെ നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ സെൻട്രൽ പോർഷനിൽ നൽകിയിരിക്കുന്ന വലിയ സ്റ്റെയർ കേസിലേക്കാണ്. ഒരു സ്പൈറൽ ഷേപ്പ് സ്റ്റെയർ കേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബൈഫുർക്കേറ്റഡ് സ്റ്റെയർ കേസ് എന്നാണ് ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസിന് പറയുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 ഭാഗത്തൂടെ സ്റ്റെയർ കേസിലേക്ക് നമുക്ക് കയറാൻ സാധിക്കും. ഈ ഭാഗത്തുകൂടെയും കയറാം, നേരെ ഈ ഭാഗത്തുകൂടെയും സ്റ്റെയർ കേസിലേക്ക് കയറാം. ഈ ഒരു പാർട്ട് സ്പൈറലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് സെൻട്രൽ പോർഷനിൽ നേരെ ഓപ്പണിങ് മുകളിലേക്ക് ഒരു ഫ്ലൈറ്റ് നൽകിയിരിക്കുന്നു. സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗത്തെയാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുക. എഞ്ചിനീയറിങ്ങിൻ്റെ ലാംഗ്വേജിലാണ് അങ്ങനെ പറയുന്നത്. അതിൻ്റെ നേരെ താഴ്ഭാഗത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ വുഡൻ ടൈലൊക്കെ ഇട്ട് 2 ആം ചെയറൊക്കെ വെച്ച് ഒരു സീറ്റിംഗ് ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി ഏരിയ ഒക്കെ പോലെ ഒരു കോഫി ടേബിളൊക്കെ കൊടുത്ത് ഒരു ഏരിയ നൽകിയിരിക്കുന്നു. അതിന് ചുറ്റും വരുന്ന ഏരിയാസ് പ്ലൈവുഡ് പാനലിങ് ചെയ്തിട്ട് വെനീർ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. സ്റ്റെയർ കേസ് എന്ന് വെച്ചാൽ നല്ലൊരു ഫീലുള്ള ഏരിയ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ തുർക്കിഷ് സീരീസിലൊക്കെ കാണുന്നത് പോലെ അപ്സ്റ്റെയറിലേക്ക് വരുന്ന ഭാഗത്ത് ഈ ഒരു ഭാഗം റൗണ്ട് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ റൗണ്ട് ഷേപ്പിൽ തന്നെ ആ ഒരു ഇതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ വിൻഡോസ് ചുറ്റും നൽകിയിരിക്കുന്നു. അതിൻ്റെ ഇടയിലുള്ള ഭാഗത്തെല്ലാം ഇതേപോലെ ഹൈലൈറ്റേഴ്സ് നൽകിയിരിക്കുന്നു. വാൾപേപ്പറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വുഡ് ഇതേപോലെ കാർവിംഗ് വർക്ക് നടത്തിയിട്ടാണ് ഇതിൻ്റെ ബോർഡർ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് നേരെ നമ്മൾ കയറി പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സീലിംഗ് ആണ്. സീലിങ്ങിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് സോളിഡ് വുഡ് തേക്ക് മരത്തിൽ സീലിംഗ് ചെയ്തിട്ട് അതിൽ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുകയാണ്. ആ ഒരു ലൈറ്റിൻ്റെ ആംബിയൻസും വുഡിൻ്റെ ഒരു പ്രസൻസും കൂടെ വരുന്ന സമയത്ത് ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ഏരിയ തന്നെ ഇവിടെ സെറ്റ് ചെയ്യാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിന് സാധിച്ചിട്ടുണ്ട്. നേരെ നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് വരികയാണെങ്കിൽ കോർട്ട്യാർഡ് സ്പേസ് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ചുറ്റും നടന്നിട്ട് വേണം നമുക്ക് ബെഡ്റൂമുകളിലേക്കും കോമൺ സ്പേസിലേക്കൊക്കെ ആക്സസ് നേടാൻ വേണ്ടിയിട്ട്. അപ്പർ ലിവിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിരിക്കുന്നു. 4 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇവിടെ മെറ്റൽ സ്ട്രിങ്ങുകളാണ് ഈ നൽകിയിരിക്കുന്നതെല്ലാം. ഇവിടെ ഒരു ഇതേപോലെ ടെമ്പററി പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെറ്റൽ സ്ട്രിങ്ങുകൾ നൽകിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മുകൾ ഭാഗത്ത് ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ നാച്ചുറൽ ലൈറ്റ് വീടിനകത്തേക്ക് ലഭിക്കാനുള്ളൊരു സ്പേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തു. അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു പാർട്ടീഷനായിട്ട് മെറ്റൽ സ്ട്രിങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിലാണ് ഒരു വുഡൻ ഫിനിഷിൽ ഒരു ക്ലാസ് ലുക്ക് കിട്ടുന്ന രീതിയിൽ സീലിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അക്രിലിക് ഷീറ്റും വുഡൻ പാനലിങ്ങുമാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളുടെയൊക്കെ ഡിസൈൻ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്സ്റ്റെയറിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത്. ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് പൊതുവേ അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സൊക്കെ ഒരു കോമൺ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ബെഡിലേക്ക് വരുന്ന സമയത്ത് ഒരു കിങ് സൈസ് ബെഡ് വരുന്നു. അതിന് 2 സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ വാൾപേപ്പർ ഉപയോഗിച്ചിട്ടാണ് ആ വാള് കവർ ചെയ്തിരിക്കുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ടേബിൾ നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്നിട്ടൊരു നിഷ് ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സെയിം ടോണിൽ വരുന്നൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു മിറർ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് സ്പേസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്.
ബെഡ്റൂമുകളുടെ സൈസ് നമ്മൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 1-2 റൂമുകളുടെയൊക്കെ സൈസ് നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതിവിടെ പറയാം. ബെഡ്റൂമുകളുടെ സൈസുകളെല്ലാം ഏകദേശം എല്ലാം കോമൺ സൈസാണ് നൽകിയിരിക്കുന്നത്. ഒരേപോലെയാണ് സൈസ് വരുന്നത്. 5 മീറ്റർ ബെഡ്റൂമുകൾക്ക് നീളം വരുന്നുണ്ട്. 4.5 ഇതിന് ഇവിടെ വീതിയും നൽകിയിട്ടുണ്ട്. ഇനി ബാത്റൂമിൻ്റെ സൈസിലേക്ക് വരികയാണെങ്കിൽ ബാത്റൂമിനെല്ലാം 2.5 മീറ്റർ വീതിയും 3.5 മീറ്റർ നീളവുമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും സ്പേഷ്യസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. പല ആളുകളും കമൻറ്റിൽ പറയാറുണ്ട് എന്തുകൊണ്ടാണ് സ്പേസുകളുടെയൊക്കെ അളവുകൾ പറയാത്തത് എന്നുള്ളത്. സത്യത്തിൽ മനഃപൂർവ്വം പറയാതിരിക്കുന്നതല്ല, ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ചിലതെല്ലാം പറയാൻ വിട്ടുപോകുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ നമ്മളതെല്ലാം ശ്രദ്ധിച്ചിട്ട് കൂടുതൽ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അടുത്തൊരു ബെഡ്റൂം നമുക്കൊന്ന് കാണാം. അപ്സ്റ്റെയർത്തെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ റൂം സൈസൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 5x4.5 ആണ് ചെയ്തിരിക്കുന്നത്. കളർ പാലറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കുറേ കൂടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു കളർ പാലറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിസൈനേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സീലിംഗ് ആണെങ്കിലും സീലിങ്ങിൽ വാൾപേപ്പർ വരെ പാനലിങ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനിടയിൽ സ്ട്രിപ്പ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. സെയിം വാൾപേപ്പർ നമ്മൾ ഫോയർ സ്പേസിൽ യൂസ് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വരുന്ന സമയത്ത് വാർഡ്രോബ് ഇതേപോലെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്പേസിലേക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് ഒരു മിറർ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്സ്റ്റെയർത്തെ 3ാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതിലേക്ക് വരുന്ന സമയത്ത് കളർ പാലറ്റ് ഒരു ബ്ലൂ ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ട്. കളർ പാലറ്റ് എന്ന് പറയുന്ന സമയത്ത് കർട്ടൻസിൽ യൂസ് ചെയ്തിരിക്കുന്നതായാലും ചെയർ ഫർണിച്ചേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് ആയാലും ഈവൻ ബെഡിന് യൂസ് ചെയ്തിരിക്കുന്ന പില്ലോസ് കംഫർട്ട് ആയാലും ഒക്കെ ആ ഒരു കളർ ടോണിലേക്കാണ് ഇതിൻ്റെ ഡിസൈനേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ജിപ്സം സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള രീതിയിൽ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ സീലിംഗ് ഡിസൈന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ റൂമിൻ്റെ വാർഡ്രോബ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. എൽ ഷേപ്പിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. എൽ ഷേപ്പിൽ ചെയ്യുമ്പോൾ ഒരുപാട് ഡോറുകൾ, ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നേരെ ഈ ഭാഗത്തേക്ക് വരുമ്പം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു. വിട്രിഫൈഡ് ടൈലാണ് ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ടോയ്ലറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബെഡ്റൂമുകൾ കാണിച്ച് നമ്മൾ മടുത്തു. ഇനി അല്പം പാട്ട് കേൾക്കാം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട്ടിൽ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹോം തിയേറ്ററിലേക്ക് വരികയാണെങ്കിൽ അക്കോസ്റ്റിക് ചെയ്തിരിക്കുന്ന ഹോം തിയേറ്ററാണ്. വലിയ സ്ക്രീനൊക്കെ നൽകിയിട്ടുണ്ട്. അക്കോസ്റ്റിക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കോ കേൾക്കാത്ത രീതിയിൽ ഇതിൻ്റെ വാളൊക്കെ പാനലിങ് ചെയ്ത് ഫ്ലോർ അടക്കം കാർപ്പറ്റ് വിരിച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലൊക്കെ ആ ഒരു റിക്ലൈനർ ടൈപ്പ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നത് മാക്ഡെക്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. പെരിന്തൽമണ്ണയാണ് അവരുടെ ഓഫീസ് വരുന്നത്. ആർക്കിടെക്റ്റ് ഫാരിസ് ആണ് ഇതിൻ്റെ ഡിസൈനിങ്ങും എക്സിക്യൂഷനും എല്ലാം ചെയ്യുന്നത്. വീടുകളുടെ ഇൻറ്റീരിയർ വർക്കുകളാണ് കൂടുതലായിട്ട് അവരുടെ കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. വെറൈറ്റി ആയിട്ടുള്ള വർക്ക്സുകളുടെ സ്ട്രക്ചറൽ കൺസൾട്ടേഷനും അവർ നൽകുന്നുണ്ട്. അവരുടെ യൂട്യൂബ് ചാനലും അവരുടെ വർക്കുകളുടെയൊക്കെ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ടാവും. വെറൈറ്റി ആയിട്ടുള്ള അവരുടെ വർക്ക്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വീട് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇതേപോലത്തെ വീടാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാക്ഡെക്സുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അവരെ ബന്ധപ്പെടാൻ ആവശ്യമായിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസുകളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനായിട്ട് നൽകുന്നുണ്ടാവും. അവരുടെ ഓഫീസിൻ്റെ ലൊക്കേഷനും മറ്റ് ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലഭ്യമാണ്. ആവശ്യമുള്ളവർ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായിട്ട് നിങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.